GTA വൈസ് സിറ്റി ഗെയിമിൽ സൗത്ത് എൻഡ് ഓഫ് ദി ഓഷ്യൻ ലൊക്കേഷനിൽ വന്നാൽ ഒരു വൈറ്റ് കളർ ലൈറ്റ് ഹൗസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഗെയിം റിലീസായ ടൈം മുതൽ ഈ ലൈറ്റ് ഹൗസിനെ കുറിച്ച് പല കഥകളും പല കോൺസ്പിറൻസി തിയറീസും ഫാൻസ് പറഞ്ഞുകൊണ്ടിരുന്നു. അതിലൊരു സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മിഡ് നൈറ്റിൽ ലൈറ്റ് ഹൗസ് ലൊക്കേഷനിൽ വന്നാൽ ലൈറ്റ് ഹൗസിന് മുകളിൽ ഒരു ഗോസ്റ്റിനെ കാണാൻ കഴിയുമെന്നാണ്. സോ റിയലായി ഈ ഗെയിമിൽ അങ്ങനെ എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് നമുക്ക് ലൈറ്റ് ഹൗസിന്റെ മുകളിൽ പോയി നോക്കാം. അതിനു മുമ്പേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിരുന്ന ഗെയിം ഹിഡൻ സീക്രറ്റ്സ് ആൻഡ് ഫാക്ട്സ് വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് നോക്കിയാലോ, എന്തുകൊണ്ടാണ് ഫാൻസി കോൺസ്പിറൻസി തിയറീസ് പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഗെയിം റിലീസായപ്പോൾ ഒരു സ്റ്റോറി ഇന്റർനെറ്റ് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അതെന്താണെന്ന് വെച്ചാൽ, ഈ പ്ലേസിൽ ഒരു വ്യക്തി ഒരു പെൺകുട്ടിയെ സീക്രട്ടായി കൊണ്ടുവന്ന് ലൈറ്റ് ഹൗസിന്റെ മുകളിൽ പോയി കൊന്ന് കടലിൽ എറിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ ലൈറ്റ് ഹൗസിന്റെ എൻട്രൻസിൽ നോക്കിയാൽ ഔട്ട് ഓഫ് ഓർഡർ എന്ന ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് കതക് തള്ളി തുറക്കാനായിട്ട് കഴിയും. അകത്ത് കടന്നാൽ ഒരുപാട് പടികൾ നമുക്ക് കാണാം. ഇത് കയറി വേണം നമുക്ക് മുകളിലെത്താൻ. സോ നമ്മൾ മുകളിൽ വന്നു. ഈ ലാഡറിന്റെ അടുത്താണ് ആ ഗോസ്റ്റിനെ കണ്ടതായി പലരും പറഞ്ഞത്. ബട്ട് നമുക്കിവിടെ ആരെയും കാണാൻ കഴിയുന്നില്ല ഗൈസ്. എന്തൊക്കെ പറഞ്ഞാലും നൈറ്റ് ടൈമിൽ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്ന് വൈസ് സിറ്റി നോക്കുമ്പോൾ ഒരു ക്രീപ്പി വൈബാണ് ഉണ്ടാകുന്നത്.